Download now. CC Learning app. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഡോക്ടർ അപർണ, നമ്മളുടെ CCയിലെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പോൾ എല്ലാവരും സെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിയോ? കഴിഞ്ഞ എക്സാം കഴിഞ്ഞു, കുറേ പേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി, 1-2 മാർക്കിനൊക്കെ സെറ്റ് എക്സാം പോയി എന്ന് പറഞ്ഞിട്ട് അതേപോലെ പുതിയ ഒരുപാട് കുട്ടികൾ തയ്യാറെടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ തയ്യാറെടുക്കലിൻ്റെ ആദ്യ പടിയായിട്ട് നമ്മൾ എന്താ ചെയ്യുക? സിലബസ് എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ആ സിലബസ് കാണുമ്പോൾ കുറേ പേർക്കൊക്കെ വളരെയധികം ഒരു ടെൻഷൻ ഉണ്ട്. ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ച് തീർക്കും എന്ന്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളുടെ CCയുടെ ലേണിംഗ് ആപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ CCയുടെ ലേണിംഗ് ആപ്പ് എന്ന് കുറേ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവാം അല്ലേ? അതായത് നമ്മുടെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് സെറ്റിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഫുള്ള് റെക്കോർഡഡ് ആയി നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തോന്നും, റെക്കോർഡഡ് ക്ലാസ് മാത്രമേ ഉള്ളൂ, അതായത് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലുമല്ല. നിങ്ങൾക്ക് അതിനോടൊപ്പം ഇതേവരെ നടന്ന എല്ലാ സെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസും അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ കുറേ പേരുടെയൊക്കെ ടെൻഷൻ മാറിയല്ലേ? നമുക്ക് നല്ലൊരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതിനൊക്കെ നമ്മളുടെ CC ലേണിംഗ് ആപ്പിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലേണിംഗ് ആപ്പിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഈ ഒരു CCയിൽ ജോയിൻ ചെയ്ത് പഠിച്ച കുട്ടികളുടെ റിസൾട്ടാണ് ഈ കാണുന്നത് അല്ലേ? അപ്പോൾ മറ്റൊരു സ്ഥാപനത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത അത്രയും ഒരു റിസൾട്ട് നമ്മളുടെ CCക്ക് ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ റെക്കോർഡഡ് ആയിട്ടുള്ള ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡൗട്ട് തോന്നിയാൽ എന്ത് ചെയ്യും എന്ന് എല്ലാവർക്കും ഡൗട്ട് തോന്നാം അല്ലേ? ഒരിക്കലും ടെൻഷൻ ആവണ്ട. നമ്മൾ ആഴ്ചയിൽ 4 ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കണ്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഫുൾ സിലബസ് നമ്മൾ ലൈവിലും കവർ ചെയ്യുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ലൈവിലും കവർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു ടൈം ടേബിളും നമുക്ക് ആ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ റിസൾട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആവുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും അത്ര ഇഫക്റ്റീവ് ആവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇത്രയധികം റിസൾട്ടുകളും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ബാച്ച് അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ഈ സെറ്റ് എക്സാമിൽ. നമുക്ക് ഒന്നിച്ച് പഠിച്ച് സെറ്റ് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ഇനി പ്രീവിയസ് ആയിട്ടുള്ള നമ്മളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് സിലബസിൽ നിന്നുള്ള ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹെമി എറിത്രിൻ ഈസ് ആൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഫൗണ്ട് മെയിൻലി ഇൻ ഓപ്ഷൻ A വെർട്ടിബ്രേറ്റ്, ഓപ്ഷൻ B സം മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്, ഓപ്ഷൻ C പ്ലാന്റ്, ഓപ്ഷൻ D ബാക്ടീരിയ. ഏതായിരിക്കാം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്കറിയാം, ഈ ഹെമി എറിത്രിൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മളുടെ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിൽ കാണപ്പെടുന്ന ഒരു ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഫൗണ്ട് ഇൻ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് ഹെമി എറിത്രിൻ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഹീം എറിത്രിൻ കണ്ടെയ്ൻ വിച്ച് മെറ്റൽ അറ്റ് ഇറ്റ്സ് ആക്റ്റീവ് സൈറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ A കോപ്പർ, ഓപ്ഷൻ B അയൺ, ഓപ്ഷൻ C സിങ്ക്, ഓപ്ഷൻ D മാംഗനീസ്. ഏതായിരിക്കാം
നമുക്കറിയാം ഹീം എറിത്രിൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് അയൺ ആറ്റമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 2 അയൺ ആറ്റങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മോളിക്യൂളാണ്, അതായത് പെർ മോളിക്യൂളിൽ 2 അയൺ ആറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു. ഹീം എറിത്രിൻ എന്ന് പറയുന്നത് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ്. അതിൽ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് അയൺ ആറ്റമാണ്. അടുത്ത നമുക്ക് നോക്കാം. ദ മെറ്റൽ സെന്റർ ഓഫ് ഹീം എറിത്രിൻ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ഓപ്ഷൻ എ mononuclear ion center, option B dinuclear ion center, option C trinuclear ion cluster, option D heme ion center. ഇതായിരിക്കാം. നമ്മളെല്ലാവരും ഇതിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഒരു മോളിക്യൂൾ ഹീം എറിത്രിൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൽ 2 അയൺ ആറ്റങ്ങളെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ഹീം എറിത്രിൻ കണ്ടെയ്ൻ എ ഡൈന്യൂക്ലിയർ അയൺ സെന്റർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 അയൺ സെന്ററുകൾ ഉണ്ടെങ്കിലും 2 പേരുടെയും കോർഡിനേഷൻ നമ്പർ ഒരേപോലെയല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരാളുടെ കോർഡിനേഷൻ നമ്പർ, ഒരു അയണാറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്, അടുത്ത അയണാറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പർ 5 ആണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്, അല്ലേ? അപ്പൊ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അൺലൈക്ക് ഹീമോഗ്ലോബിൻ, ഹീം എറിത്രിൻ ഓപ്ഷൻ എ കണ്ടെയ്ൻസ് എ ഹീം ഗ്രൂപ്പ്, ഓപ്ഷൻ ബി കണ്ടെയ്ൻസ് പോർഫൈറിൻ റിംഗ്, ഓപ്ഷൻ സി ലാക്സ് ഹീം പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി കണ്ടെയ്ൻസ് കോപ്പർ. അതായത് ഹീമോഗ്ലോബിനെ വെച്ച് പേര് തമ്മിൽ വളരെയധികം സാദൃശ്യമുണ്ട്, അല്ലേ? ഹീമോഗ്ലോബിൻ, ഹീം എറിത്രിൻ. എന്താണ് ഹീമോഗ്ലോബിനും ഹീം എറിത്രിനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഹീമോഗ്ലോബിൻ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കും, ഹീം പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, അല്ലേ? എന്നാൽ നമ്മളുടെ ഹീം എറിത്രിനിൽ അങ്ങനെ ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് കാണുന്നില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. നോക്കാം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇറ്റ് ലാക്സ് എ ഹീം പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ കിട്ടുന്നുണ്ടല്ലോ ഹീമോഗ്ലോബിനും ഹീം എറിത്രിനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? അതിൽ ഒരു പോർഫൈറിൻ റിംഗ് ഉണ്ട്, അതിൽ സെന്റർ പോർഷനിലാണ് നമ്മളുടെ അയണാറ്റം ഒക്കുപ്പൈ ചെയ്യുന്നത്. ഒരു ബോണ്ടിങ് ഹിസ്റ്റഡീൻ റെസിഡ്യൂയിലേക്കാണ്, അടുത്തതാണ് ഓക്സിജൻ ബൈൻഡിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ട്രക്ചർ വിശദമായിട്ട് പഠിച്ചതാണ്. എന്നാൽ അങ്ങനൊരു സ്ട്രക്ചർ അല്ല, അങ്ങനൊരു ഹീം പ്രോസ്തറ്റിക് ഗ്രൂപ്പ് നമ്മളുടെ ഹീം എറിത്രിനിൽ കാണപ്പെടുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതായത് ഹീം എറിത്രിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 2 അയണാറ്റങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള 2 അയൺ ആറ്റങ്ങൾ. ഈ 2 അയൺ ആറ്റങ്ങളും അല്ലെങ്കിൽ ഒരു ഹീം എറിത്രിന്റെ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് 5 പോർഫൈറിൻ റിങ്ങുകളെ കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ ഒരു അയണിലേക്ക് 3 പോർഫൈറിൻ റിങ്ങുകളും അടുത്ത അയണിലേക്ക് 2 പോർഫൈറിൻ റിങ്ങുകളും ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ റിംഗ് ഒന്നും വരയ്ക്കുന്നില്ല, പോർഫൈറിൻ റിങ്സ്. ഓക്കെ, ഇനി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മളുടെ ഗ്ലൂട്ടാമിക് ആസിഡിന്റെയോ അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡിന്റെയോ ഒക്കെ 2 കാർബോക്സിലിക് ആസിഡിനോട് അല്ലെങ്കിൽ കാർബോക്സിൽ എൻഡിനോട് ബ്രിഡ്ജ് ചെയ്ത് നിൽക്കുന്ന 2 അയണാറ്റങ്ങളുണ്ട്. ഓക്കെ, അതാ ഇപ്പൊ നോക്കൂ. ഇനി ലാസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കുക ഇവിടെ ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ ഓക്സി ഫോമിലുള്ള ഒരു ബ്രിഡ്ജിങ് കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് പറയുന്നത് ഒരു അയണാറ്റം 6 കോർഡിനേറ്റഡ് ആണ്, അടുത്ത അയണാറ്റം 5 കോർഡിനേറ്റഡ് ആണ്. അല്ലാതെ ഇതിലൊരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് നമ്മളുടെ ഹീം എറിത്രിനിൽ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഓക്സി ഹീം എറിത്രിൻ ദ ഓക്സിജൻ ബൈൻഡ്സ് ആസ് ഓപ്ഷൻ എ
superoxide bonded to Fe3. Fe3, a peroxide bridge between two Fe centers, molecular oxygen bonded to single iron. Option D, ഹൈഡ്രോക്സൈഡ് ലിഗാൻഡ്. അതായത് ഹീമെറിത്രിനിൽ ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഏതാ? നമുക്കറിയാം, രണ്ട് അയണാറ്റങ്ങൾക്കിടയിലും ഒരു പെറോക്സൈഡ് ലിങ്കേജ് വഴിയാണ് നമ്മളുടെ ഓക്സിജൻ ഹീം എറിത്രിനിലേക്ക് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യവും കൂടി നോട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ പറഞ്ഞു ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ ആയിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഒരു അയൺ 6 കോർഡിനേറ്റഡ് ആണ്, ഒന്ന് 5 കോർഡിനേറ്റഡ് ആണ്. ഏതാണ് ആ കോർഡിനേഷൻ സൈറ്റുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് അതിൽ ഓരോ അയണിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇൻ ഡി ഓക്സിജനേറ്റഡ് ഫോം. ഇങ്ങനെയുള്ള ഒരു ഹീമെറിത്രിൻ ഓക്സിജനേറ്റഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെയുള്ള +3 ആയിട്ടുള്ള അയണിലേക്ക് പെറോക്സൈഡ് ലിങ്കേജ് വഴിയാണ് അയൺ ആറ്റം അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു സമ്മറി പോലെ നമുക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഡിയോക്സി ഹീം എറിത്രിൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ. അതായത് ഡി ഓക്സിജനേറ്റഡ് ഫോം ആയിട്ടുള്ള ഹീം എറിത്രിനിൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, 2 അയണാറ്റങ്ങളും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ബിയില് 2 അയണാറ്റങ്ങളും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഓപ്ഷൻ സി പറയുന്നത് ഒരു അയണാറ്റം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും മറ്റ് അയണാറ്റം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമാണ്. ഓപ്ഷൻ ഡി പറയുന്നത് 2 അയണാറ്റങ്ങളും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എന്നാണ്. ഏതാ? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? ഡി ഓക്സിജനേറ്റഡ് ആണ്, അതായത് ഓക്സിജൻ ബൈൻഡ് ചെയ്യാത്ത അവസ്ഥയിൽ നമ്മളുടെ 2 അയണാറ്റങ്ങളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? +2 ആണെന്ന്. അപ്പൊ അതിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? 2 അയണാറ്റങ്ങളും Fe2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓപ്ഷൻ ബി ആണ്, Fe2 ആണ് ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീം എറിത്രിനിലുള്ള അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി അത് ഓക്സിജനേറ്റഡ് ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? +3 സ്റ്റേറ്റിലേക്ക് കൺവേർട്ടഡ് ആവുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ കളർ ചേഞ്ച് ഡ്യൂറിങ് ഓക്സിജൻ ബൈൻഡിങ് ഇൻ heme erythrin is. Option A, colorless to red. Option B, violet to colorless. Option C, colorless to violet or pink. Option D, blue to green. അതായത് നമ്മളുടെ ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീം എറിത്രിനിലേക്ക് ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ, അതാണ് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഡ്യൂറിങ് ഓക്സിജൻ ബൈൻഡിങ്. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ളത് ഓക്സിജനേറ്റഡ് ആയിട്ട് മാറുമ്പോൾ അവിടെയുള്ള കളർ ചേഞ്ച് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീം എറിത്രിൻ സാധാരണഗതിയിൽ എന്താണ്? കളർ ലെസ് ആണ് അല്ലേ? ഇനി അത് ഓക്സിജനേറ്റഡ് ഫോമിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീം എറിത്രിന്റെ കളറ് പിങ്ക് കളറാണ്, അഥവാ വയലറ്റ് കളറാണ് അല്ലേ? അപ്പോൾ ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഹീം എറിത്രിൻ ഉണ്ടാവുന്ന കളർ ചേഞ്ച് എന്താണ്? ഡിയോക്സിജനേറ്റഡില് കളർലെസ് ആയിട്ടുള്ള ഹീം എറിത്രിൻ ഓക്സിജനേറ്റഡ് ഫോമിലേക്ക് മാറുമ്പോൾ വയലറ്റ് അഥവാ പിങ്ക് കളേർഡ് ആയിട്ട് മാറുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. കളർലെസ് ടു വയലറ്റ് ഓർ പിങ്ക്, ഡിയോക്സിജനേറ്റഡ് ടു ഓക്സിജനേറ്റഡ് ഫോം. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഇനാക്റ്റീവ് ഓക്സിഡൈസ്ഡ് ഫോം ഓഫ് ഹീം എറിത്രിൻ ഈസ്. ഇനാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് ഫോമിലുള്ള ഹീം എറിത്രിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കാം? ഓപ്ഷൻ എ,
മെത്ത് ഹീം എറിത്രിൻ, ഓപ്ഷൻ ബി ഓക്സി ഹീം എറിത്രിൻ, ഓപ്ഷൻ സി ഡിയോക്സി ഹീം എറിത്രിൻ, ഓപ്ഷൻ ഡി ഫെറി ഹെമെർത്രിൻ. എന്തായിരിക്കാം? നമുക്കറിയാം മെത്ത് ഹീം എറിത്രിൻ എന്നാണ്. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഹീം എറിത്രിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്ത് ഹീം എറിത്രിൻ. അപ്പോൾ ഹീം എറിത്രിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഒക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹീം എറിത്രിൻ എന്ന് പറയുന്നത് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നോൺ ഹീം പ്രോട്ടീൻ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഹീമോഗ്ലോബിൻ്റെ പോലെ ഒരു ഹീം പ്രോസ്തറ്റിക് ഗ്രൂപ്പ് നമ്മളുടെ ഹീം എറിത്രിനിലില്ല. പേരിൽ ഹീം ഉണ്ട്, പക്ഷേ ഇതെന്താണ്? നോൺ ഹീം പ്രോട്ടീൻ ആണ്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഇല്ല. ഹീം പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഹീം എറിത്രിനിൽ ഇല്ല. ഇനി ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ സെന്റർ എന്ന് പറയുമ്പോൾ ഡൈന്യൂക്ലിയർ ആയിട്ടുള്ള അയണാണ്. അതായത് രണ്ട് അയണാറ്റങ്ങളിൽ ഒന്നിന്റെ കോർഡിനേഷൻ നമ്പർ 6, അടുത്ത അയണിന്റെ കോർഡിനേഷൻ നമ്പർ 5. 3 പേരുടെയും കോർഡിനേഷൻ 6 കോർഡിനേറ്റഡ് ആയിട്ടുള്ള അയണിൽ 3 പോർഫൈറിൻ റിങ്ങുകളാണുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ അടുത്തതില് ഹിസ്റ്റഡീൻ റിങ്സ് ആണ് പറയുന്നത്. അതായത് 6 കോർഡിനേറ്റഡ് ആയിട്ടുള്ള അയണിൽ 6 ഹിസ്റ്റഡീൻ റിങ്സ് ഉണ്ട്. 5 കോർഡിനേറ്റഡ് ആയിട്ടുള്ള അയണിൽ 2 ഹിസ്റ്റഡീൻ റിങ്സ്. ഇനി ഇവരുടെ ബ്രിഡ്ജിങ് ആണ് പറയുന്നത് ത്രൂ കാർബോക്സിലേറ്റ് എൻഡ് ഓഫ് അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. അതേപോലെ തന്നെ ത്രൂ OH ഓക്സി ഓർ ഹൈഡ്രോക്സി ലിങ്കേജും ബ്രിഡ്ജിങ്ങും പ്രസന്റ് ആണ്. ഇനി ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത് പെറോക്സൈഡ് ലിങ്കേജ് വഴിയാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡിഓക്സിജനേറ്റഡ് ഫോമിൽ +2 നിന്നും ഓക്സിജനേറ്റഡ് ഫോമിൽ +3 മാറുന്നത്. കളർ ചേഞ്ചും ഓർത്തിരിക്കുക. ഡിഓക്സിജനേറ്റഡ് ഫോമിൽ കളർലെസ് ആയിട്ടുള്ള ആള് ഓക്സിജനേറ്റഡ് ഫോമിൽ വയലറ്റ് ഓർ പിങ്ക് കളേർഡ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ നമ്മളുടെ ഹീം എറിത്രിൻ പേരിൽ ഹീം ഉണ്ടെങ്കിലും നോൺ ഹീം ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനാണ്. അപ്പോൾ ഹീം എറിത്രിനെ കുറിച്ചുള്ള ഐഡിയാസ് ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയാണ് നമ്മളുടെ CCയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിൽ ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ആദ്യം ആ ടോപ്പിക്കിൽ സിലബസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റും അതിൻ്റെ റെക്കോർഡഡ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതിനോടൊപ്പം അതായത് വീക്ക്ലി 4 ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും ചെയ്യുന്നുണ്ട്? വീക്ക്ലി എക്സാമുകൾ, അതേപോലെ ഡെയിലി നിങ്ങൾക്ക് ചെയ്യുന്നതിനായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് വരുന്നതിനായിട്ട് ഡെയിലി നിങ്ങൾക്ക് MCQ വർക്കൗട്ട് ആയിട്ട് തരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ CC ലേണിംഗ് ആപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി വരുന്ന ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യുന്നതിനായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്